ദൈവത്തിന് സ്തുതി. സ്നേഹമുള്ളവരെ, രക്ഷകനായ ദൈവത്തിൻ്റെ ജനനത്തിന് സമ്മതം മൂളിയ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ രക്ഷകൻ്റെ സാമീപ്യം അനുഭവിച്ചറിഞ്ഞ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മറിയത്തെ പ്രകീർത്തിക്കുന്ന ഒരു കീർത്തനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. അതിൻ്റെ തുടർച്ചയായി 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതം മാഗ്നാ കാർട്ട നമ്മൾ കാണുന്നു. ഈ കീർത്തനത്തിൽ മറിയം ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ലൂക്ക 1:47. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കണമെങ്കിൽ നാം എത്രമാത്രം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കണം. നമ്മുടെ ഉള്ളം മുഴുവനായും ദൈവത്തിനായി മാറ്റിവെക്കണം. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും സ്തോത്രഗീതം ആലപിക്കാൻ ഇടവരുന്നതിന് വേണ്ടി ഈ ക്രിസ്മസ് കാലം ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായി സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. പ്രാർത്ഥനകൾ വഴി, പരിത്യാഗ പ്രവൃത്തികൾ വഴി, ഉപവാസങ്ങൾ വഴി ആരെയും വേദനിപ്പിക്കാതെ നമ്മളാൽ ആകുന്ന സഹായങ്ങൾ അർഹതപ്പെട്ടവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ കുറവുകളെ നിറവുകളാക്കി ദൈവത്തിന് വസിക്കാൻ പാകത്തിനുള്ള ഒരു പുൽക്കൂടാക്കി മാറ്റിക്കൊണ്ട് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയോടൊപ്പം ഒരു സ്തോത്രഗീതം പാടാൻ ഇടവരട്ടെ. എല്ലാവർക്കും മെറി ക്രിസ്മസ്. താങ്ക് യു.